ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മാളവികേനെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഡേവിഡും അതുപോലെ തന്നെ നാഗേന്ദ്രനും കൂടി. കറക്റ്റ് സമയത്ത് തന്നെ ആദർശ് അവിടെ വരികയും മാളുവിനെ രക്ഷപ്പെടുത്തുകയും ശേഷം മാളവികയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. പുള്ളിക്കാരൻ UK-ലാണല്ലോ, പുള്ളിക്കാരൻ വരുന്നുണ്ട്. അങ്ങനെ മാളവികനെ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയാണ് നമ്മുടെ ആദർശ് കേട്ടോ. അങ്ങനെ ആദർശ് പറഞ്ഞയച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ആദർശിന്റെ മുമ്പില് ഒരു കാറ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് കുറുകെ നിൽക്കുക കേട്ടോ. ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴേക്കും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ നാഗേന്ദ്രനാണ്. അതായത് അന്ന് വരച്ച ആ ഒരു പെൻസിലും കൊണ്ട് വരച്ചു കൊടുത്തില്ലേ സേവിയർ, അതേ രൂപത്തിലുള്ള ആള് തന്നെ. അതെ, ഇതാണ് ആ സേവിയർ വരച്ചു തന്ന ചിത്രത്തിലുള്ള ആള്, അതായത് നാഗേന്ദ്രൻ, തന്റെ ജലജപ്പിച്ചിയുടെ ഭർത്താവ്, ചെറുപ്പത്തിൽ മുത്തശ്ശൻ പടിയിറക്കി പിണ്ടം വെച്ച ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാട്ടോ. നാഗേന്ദ്രൻ ചോദിക്കണ്ടേ, എടാ മോനെ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോടാ എന്ന് ചോദിക്കുകയാണ്. തന്നെ എനിക്ക് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കറിയാം ജലജപ്പിച്ചിയുടെ ഭർത്താവ്, അതായത് മുത്തശ്ശൻ കള്ളക്കടത്തും അതുപോലെ തന്നെ കള്ളത്തരവും അങ്ങനെ പല കള്ളത്തരങ്ങളും കാണിച്ച് കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി വിട്ട നാഗേന്ദ്രൻ, അബിയുടെ തനി സ്വഭാവമുള്ള അച്ഛൻ എന്ന് പറയാണ്. അതേടാ, അത് ഞാൻ തന്നെയാണ്. അല്ലെങ്കിലും എൻ്റെ മക്കൾക്ക് എൻ്റെ സ്വഭാവം അല്ലേ വരുള്ളൂ, അതങ്ങനെയല്ലേ വരേണ്ടത്. അതെ, അത് ശരിയാണ്, അതങ്ങനെ തന്നെയാ വരേണ്ടത്. പക്ഷെ നീ എന്നെ കടത്തി വെട്ടി കേട്ടോ. എന്റെ കമ്പനിയിൽ ഞാൻ പോലും അറിയാതെ മാളവികനെ ഒരു സ്പൈ വർക്കറായിട്ട് നീ നിർത്തിയ കാര്യം ഞാൻ അറിയാൻ കുറച്ചു വൈകിപ്പോയി. അതവളുടെ ആയുസിനെ ബലമുള്ളതുകൊണ്ടാന്ന് ഞാനിപ്പോ വിശ്വസിക്കണത്. ഇതിപ്പോ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ കമ്പനി വെച്ചിട്ട് തന്നെ അവളങ്ങോട്ട് തീർത്ത് കളഞ്ഞാനെ. ഇതിപ്പോ നീ അറിയേണ്ടതൊക്കെ അറിയുകയും ചെയ്തു. നീ അവളെ വെച്ചുകൊണ്ട് നിന്റെ ഭാര്യനെ കൊണ്ട് പടങ്ങൾ വരപ്പിച്ചു, ഡിസൈനുകൾ വരപ്പിച്ചു, അവൾക്ക് അയച്ചു കൊടുത്തു. പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ കമ്പനി ജയിക്കണത്? അതേടോ, തന്റെ കമ്പനി ജയിക്കാൻ പാടില്ല. താൻ ഇതുപോലത്തെ ചതിയല്ലേ എന്നോട് കാണിച്ചത്. എന്നെ ജ്യൂസിൽ മയക്കി കിടത്തിയിട്ടല്ലേടോ താന് ആ ബോംബെ ബിസിനസ് കരസ്ഥമാക്കിയത് എന്ന് പറയുമ്പോ, അതേടാ, ഞാൻ ഒരു ബിസിനസ് അന്ന് നിന്നെ ചതിച്ചിട്ട് കരസ്ഥമാക്കിയുള്ളൂ. പക്ഷെ നീ ഇവിടെ 2 പ്രാവശ്യമാണ് എന്നെ ചതിച്ച് മാളവികനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചതിച്ചത്. അതേടോ, ചതിക്ക് ചതി. അത് തന്നെയാ ഞാനും കാണുന്നത്. പക്ഷെ മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നേരെ വാ നേരെ പോവായിരുന്നു. എന്റെ മുത്തശ്ശനാണ് എന്നെ പഠിപ്പിച്ചത്, നമ്മളോട് എങ്ങനെയാണോ ബിസിനസ്സിൽ മറ്റുള്ളവർ പെരുമാറുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്ന്. ഇപ്പൊ ഞാൻ അത് ഏറെക്കുറെ മനസ്സിലാക്കി. ദേ, മുത്തശ്ശന് മുമ്പിൽ തന്റെ മുഖം ഞാൻ വലിച്ചു കയറി പുറത്തേക്ക് വെക്കാൻ വേണ്ടി പോവാൻ എന്ന് പറയാണ്. ആ സമയത്ത് പുച്ഛത്തോടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എന്നാ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോടാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആദർശ അയാളെ പിടിച്ചു വലിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ നിന്ന് ആദർശനെ പിടിച്ച് തള്ളിയിട്ട് നാഗേന്ദ്രൻ വണ്ടി എടുത്തിട്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ തൊട്ടു പിന്നാലെ നാഗേന്ദ്രന്റെ പിന്നാലെ തന്നെ നമ്മുടെ മുത്തശ്ശൻ അവിടെ എത്തുന്നുണ്ട്. നാഗേന്ദ്രൻ അകത്തിരുന്നിട്ട്, ഈശ്വര, എല്ലാ കള്ളത്തരവും പൊളിഞ്ഞു. ഇനി എല്ലാവർക്കും തന്നെ മനസ്സിലായി, ഇനിയിപ്പോ താൻ മുഖം മൂടി വെച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല, ഇനി നേരെ കളത്തിലിറങ്ങി കളിക്കണം എന്നൊക്കെ നാഗേന്ദ്രൻ വിചാരിക്കുകയാണ്. എല്ലാത്തിനും കാരണം അവനാണ്, ആ അബി. മന്ദബുദ്ധിത്തരമായിട്ടും കുറെ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ടും എല്ലാത്തിനും എന്നെ ചതിച്ചത് അവനാണ്. സ്വന്തം മകനെ പറഞ്ഞാൽ മതി, അല്ല മറ്റുള്ളവരെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നാഗേന്ദ്രൻ വിചാരിക്കുന്ന സമയത്താണ് പുറത്ത് ആരോ ബെല്ലടിക്കുന്ന ശബ്ദം. ഇതാരാണ്? ഓ, മോളായിരിക്കും എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാണ്. അപ്പോഴേക്ക് നോക്കുമ്പോ ദേ നിൽക്കുന്ന മൂർത്തി മുത്തശ്ശൻ. നിങ്ങളോ എന്ന് പറഞ്ഞിട്ട് ഞെട്ടി നിൽക്കാണ്. പഴയ കാര്യങ്ങളൊക്കെ ആ ഒരു നിമിഷം നാഗേന്ദ്രൻ മനസ്സിലൂടെ കടന്നു പോവാണ്. മുത്തശ്ശൻ പറയണ്ട, അതേടാ ഞാൻ തന്നെ. എടാ, നാണോ ഇല്ലടാ നിനക്ക്? 10-22 വർഷം മുമ്പ് ഞാനൊരു തറവാട്ടിൽ നിന്ന് ആട്ടി ഉറക്കി വിട്ടതല്ലേടാ നിന്ന. എന്നിട്ട് വീണ്ടും എവിടെന്നോ കള്ളക്കടത്തും പണവും അതുപോലെ കള്ള സ്വർണം ഒക്കെ ഉണ്ടാക്കിയിട്ട് നീ വലിയ ആളായിട്ട് വന്നേക്കുന്നോടാ. എടാ, മൂർത്തീസ് ജ്വല്ലറിയെ സത്യസന്ധമായിട്ട് സ്വർണം വിറ്റുണ്ടാക്കിയ ആളുകളാണ് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലേ 10 പൈസ ആളുടെ കയ്യിൽ നിന്നും മോഷ്ടിക്കാണ്ടും കള്ളം കാണിക്കാതെ ചതി കാണിക്കാതെ ഉണ്ടാക്കിയതാണ്. എടാ, സ്വർണം എന്ന് വെച്ചാൽ മഹാലക്ഷ്മി ആടാ. അത് ആദ്യം നീ മനസ്സിലാക്ക്. നീ കള്ളക്കടത്ത് കാണിച്ച് ഉണ്ടാക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് നീ വിചാരിക്കണമായിരുന്നു. അപ്പോഴേക്കും ആ നാഗേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. മൂർത്തി നാഗേന്ദ്രന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. നാണോ ഇല്ലാത്തവനെ, ചെറ്റേ, നിന്നെ ഇത്രയും നാൾ ഞാൻ വെറുതെ വിട്ടു. അതെന്തിനാണെന്ന് അറിയാവോ? എൻ്റെ കൊച്ചുമകൻ നിന്നെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ എത്തിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി. ഏതോ ഒരു ശത്രു, ഞങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ഒരു ശത്രു പുറകെ നിന്ന് കളിക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ അതൊരിക്കലും നാഗേന്ദ്ര നീയാണെന്ന് വിചാരിച്ചില്ല. അവസാനം നിന്നെ കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ കൊച്ചുമകൻ വേണ്ടി വന്നു. ആദർശ്, അവൻ മിടുമിടുക്കൻ. പക്ഷെ അവനെ കള്ളവും ചതിയും ഒന്നും അറിയില്ലായിരുന്നു. ബിസിനസ്സിൽ കുറച്ച് കള്ളത്തരവും ചതിയൊക്കെ വേണമല്ലോ.
ബിസിനസ് അങ്ങനെയാണല്ലോ നമ്മുടെ ബിസിനസ്സിലെ മുൻപിലേക്ക് എത്താൻ സാധിക്കുന്നത്. അത് അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെയും ഭാര്യനെയും കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിയത്. എന്തായാലും എന്റെ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു. ദേ ഇനി എന്റെ കൊച്ചുമക്കളുടെയോ എന്റെയോ 7 അയലത്ത് വന്നു പോയാലുണ്ടല്ലോ കൊന്നു കളയോടെ നാഗേന്ദ്ര. തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കൊന്നു കളയാത്ത ഞാനിപ്പോ അനുഭവിക്കണത് എന്ന് പറഞ്ഞ് നാഗേന്ദ്രനെ പിടിച്ച് തള്ളി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് നമ്മുടെ മുത്തശ്ശൻ. ശേഷം നേരെ പോണത് നമ്മുടെ നയനയുടെയും ആദർശിന്റെ അടുത്തേക്കാണ്. അവരോട് പറയണ്ട്, ദേ വീട്ടില് ഈ ആഴ്ച ഒരു പൂജയുണ്ട്, നിങ്ങൾ 2 പേരും വരണം എന്ന് പറയാണ്. അപ്പൊ ആദർശന് ഭയങ്കര സന്തോഷാവട്ടെ. മുത്തശ്ശൻ തന്നെയാണ് ഈ പറയണത്. നയനെ പറയണ്ട്, അതെ നമ്മുടെ മുത്തശ്ശൻ തന്നെയാണ് പറയണത്. മുത്തശ്ശന്റെ ഇതൊക്കെ അഭിനയമായിരുന്നില്ലേ? അല്ലെങ്കിലും പ്രിയപ്പെട്ട കൊച്ചുമകനായ ആദർശിനെ വെറുക്കാൻ വേണ്ടി മുത്തശ്ശന് സാധിക്കോ? ബിസിനസ് വേറെ, കുടുംബം വേറെ. കുടുംബവും ബിസിനസ്സും ഒരിക്കലും മുത്തശ്ശൻ ഒന്നാക്കാറില്ല ആദർശേട്ടാ. കുടുംബത്തിന് തന്നെയാ മുത്തശ്ശൻ മുൻഗണന കൊടുക്കണത്. പിന്നെ ആദർശേട്ടൻ ഒരു പരീക്ഷണം കൊടുത്താണ്, യഥാർത്ഥ ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം. അതിൽ ആദർശേട്ടൻ വിജയിച്ചു. അതെ, ഇവള് ബാക്കിയെല്ലാം പറഞ്ഞുതരും. അപ്പൊ 2 പേർക്കും ഓർമ്മയുണ്ടല്ലോ, പൂജയ്ക്ക് 2 പേരും വരുന്ന. അത് മാത്രല്ല, നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വേണം വരാനായിട്ട്. ഇനി നിങ്ങൾ നമ്മുടെ അനന്തപുരിയിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ആദർശിനും നവയനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ ആ പൂജ എന്ന് പറയണത് നമ്മുടെ അവന്തികയുടെയും അതുപോലെ അനിയുടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജയും കൂടിയാണ് കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയത്തിനാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം വിവാഹ നിശ്ചയമാണ്. അനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ നന്ദു ആണെങ്കിൽ തന്റെ കൂടെ നിൽക്കണമില്ല. അവളും ഒരു തണുത്ത പ്രകൃതക്കാരിയായിട്ട് മാറി നിൽക്കുവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തായാലും നന്ദു തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവന്തി ഇങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കുടുംബജീവിതം തനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അനി. അങ്ങനെ തീരുമാനിച്ച അനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴേക്കാണ് മുത്തശ്ശൻ വേറൊരു സത്യം കണ്ടുപിടിക്കുന്നത്. നാഗേന്ദ്രൻ ഒരു വിഷജന്തുവാണ് എന്ന് മനസ്സിലായി മുത്തശ്ശന്. പക്ഷെ നമ്മുടെ അവന്തിക, ആ അവന്തികയുടെ കാര്യത്തിൽ മുത്തശ്ശന് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. മുത്തശ്ശൻ ആരാ മോൻ? അവന്തികനെ ഭയങ്കര സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അവന്തികനെ സ്നേഹിക്കുന്നുണ്ട്, ശരി. ആ കൂട്ടത്തിൽ മുത്തശ്ശനും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മുത്തശ്ശന് നേരത്തെ അവന്തികനെ സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവന്തികയും മനിയും തമ്മിൽ വിവാഹം നിശ്ചയം ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുത്തശ്ശന്റെ ഒരു കളിയാണെങ്കിലോ. അതെ, നമുക്ക് അങ്ങനെ വിചാരിക്കാം. മുത്തശ്ശൻ വെറും ഒരു ഗെയിം കളിക്കാണ്. അവന്തികയുടെ യഥാർത്ഥ സ്വഭാവം മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട്. അവന്തികയും പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കളിക്കാരിയാണല്ലോ. അവളുടെ ചതിയും സാമർത്ഥ്യമൊക്കെ മുൻപിലേക്ക് എറുത്തിടാനായിട്ട്, എല്ലാവരുടെ മുമ്പിലേക്ക് വലിച്ചു പറിച്ചിടാൻ വേണ്ടി മുത്തശ്ശൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അനിയുടെ അവന്തികയുടെ വിവാഹ നിശ്ചയം. അങ്ങനെ അവന്തിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാരത്തി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കള്ളിന്റെ തനി നിറോ പുറത്താവാൻ പോണ നിമിഷങ്ങളാണ് ഇനി അങ്ങ് വരാൻ വേണ്ടി പോണത്. അവന്തികയുടെ തനി നിറം നവ്യക്കറിയാം. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മുത്തശ്ശനും അറിയാം. ഇന്നത്തെ പുറമെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മുത്തശ്ശൻ എന്തൊക്കെയോ മനസ്സിലാക്കി തന്നെയാണ് ആദർശിനെ നയനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതെ, ഇനി നല്ല അടിപൊളി ഭാഗങ്ങളാണ് സംഭവിക്കാൻ പോണത്. ജലജയുടെ മക്കളായ അവന്തികയും അബിയും പിന്നെ ഭർത്താവ് നാഗേന്ദ്രനൊക്കെ ഇനി അങ്ങോട്ട് അനന്തപുരിക്ക് പുറത്താണ് അവരുടെ സ്ഥാനം കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.